വെൽക്കം ബാക്ക് ഷെബിയാണ്. അങ്ങനെ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അട്ടപ്പാടി പോവാണ്. അട്ടപ്പാടി വിട്ടാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ എൻ്റെ അഭിപ്രായം? അട്ടപ്പാടി പോവാണ് ഗൈസ്. സംഭവം പറഞ്ഞാല് നമ്മൾ ഈ മഴയുള്ള സമയത്തിന് ആദ്യം നമ്മൾ പോയിന് കാട്ടുന്നില്ല. മഴയുള്ള സമയത്തിന് നമ്മൾ അട്ടപ്പാടി കയറിയത്. അന്ന് നമ്മൾ കുടുങ്ങും ചെയ്ത് നേരോട്ടോ. അന്ന് നമ്മൾ കുടുങ്ങി, പാറക്കല്ലൊക്കെ കൊഴിഞ്ഞാട്ട് റോഡൊക്കെ ബ്ലോക്കായി. പിന്നെ കോയമ്പത്തൂരുമായി കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ നേരെ വീട്ടിലെത്തിയത്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇനി അതായത് നമ്മൾ അട്ടപ്പാടി ചുരം കയറാനായിട്ട് പോവാണ്. പിന്നെ കുറച്ച് ഡിലേ വന്നു. നമ്മൾ സംഭവം വെച്ചാൽ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയതാണ് കേട്ടോ. എന്നാൽ പിന്നെ പോലെ അല്ലേ പോലെ ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ അലനല്ലൂരെടുത്ത് എത്തിക്കാണ്. പിന്നെ സത്യം പറഞ്ഞാൽ വ്ളോഗൊക്കെ എങ്ങനെ ചെയ്യലെന്നൊക്കെ മറന്നുകണി ഞാൻ കുറച്ച് ദിവസത്തെ ഇടയിലേക്ക്. പിന്നെ റോഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റോഡാണ്. ഇവിടെ ഒരു കുത്തികുലുക്കം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് വാസ്തവം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഏകദേശം ഇനി 10-15 കിലോമീറ്റർ കൂടിയാണ് മണ്ണാർക്കാട്ടൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നേരെ അട്ടപ്പാടി. സത്യം പറഞ്ഞാൽ അട്ടപ്പാടി പോകണമെന്ന് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അത് ഇന്നാണ് ഇപ്പം എന്തായാലും നടന്നത്. നിക്ക് അപ്പം ഇന്നാണ് അത് നടന്നത്. റോഡിൻ്റെ ഒക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തിരക്കൊന്നുമില്ല ഇപ്പോൾ. എന്താ ഇതിലിപ്പോൾ എന്താ ബ്ലോക്ക് കാണിച്ചത്? അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മളവിടുന്ന് കയറിയാണ്ട് ഇതുവരെ എത്തുന്നതുവരെ റോഡ് ഇങ്ങനെ തന്നെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ. എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. എന്നാൽ ഇമ്മൊന്ന് കുറച്ചെടുത്തേണ്ട ആ റോഡ് കിട്ടണമെങ്കിൽ നമുക്ക് വണ്ടിയും കൊണ്ടൊന്ന് ഉഷാറായിട്ട് പോയിനി. പുറത്താണെങ്കിൽ ഭയങ്കര ചൂട്. നമ്മൾ എ സി ഒക്കെ ഇട്ട് നിന്നിട്ടുണ്ടെങ്കിലും ചൂട് കുറയില്ല. ചൂട് ഭാര ചൂട് കേട്ടോ. അതൊക്കെ റോഡാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു അലങ്കോലം പിടിച്ചിട്ടില്ല റോഡും. നമ്മളെ കരിക്കടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതിന് കുറേ ആയില്ല നമ്മൾ ഓടുന്നത്. അതും ഇത്രയും നല്ല റോഡിലൂടെ ഓടുമ്പോൾ എന്തായാലും ഒരു കരിക്ക് കുടിക്കുന്നത് നല്ലാവും അല്ലേ? അല്ലേ? അപ്പോൾ ഒന്ന് ഉന്മേഷമാവും വണ്ടി. നമ്മളെന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഒരു നിലയിൽ വണ്ടിക്ക് നമ്മൾ കുറച്ച് നേരത്തെ കൊടുത്തു. ഇനി നമുക്ക് പോകണനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബൈ നമ്മളിപ്പോൾ പറഞ്ഞത് നല്ല ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത്. നമ്മൾ അട്ടപ്പാടി ചുരം കയറുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ പോണ റോഡ് മഹാമോശമാണ്, വേറെ ഒന്നുമില്ല. ഈ അട്ടപ്പാടി കയറുമ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ എത്തിയത് അരിയൂരാണ് കേട്ടോ. അരിയൂരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. റോഡ് ഏകദേശമൊക്കെ ഒരേ മാതിരി തന്നെയാണ്. പിന്നെ പത്താ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഇനി പോവാ. നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഓട്ടി നമ്മളെ വണ്ടിനെ നയിക്കുന്നത് നമ്മളെ മുത്തുവാണ്. മുത്തുവിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി പറപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിന് ഫൈൻ അടിച്ചല്ലേ. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. നമ്മളേതായാലും NH കയറിട്ടോ. NHലുള്ളൊരു സുഖ യാത്രയായിരിക്കും നമ്മളുള്ളത്. ആ കാണുന്ന മലൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇനി അടുത്ത യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ പറയും. പക്ഷെ അല്ല, ഹോണടിച്ചാൽ ഇയാൾക്ക് എന്താ പോകാത്തത്? ഹായ്, വളരെ ഭംഗിയുള്ള ഒരു തടാകം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്നു. ഇവിടെ ഇപ്രാവശ്യം ഒക്കെ പോയി. എന്താല്ലേ ആ ആകാശം ആ ഒരു റോഡും എന്താ കോമ്പിനേഷൻ അറിയോ? ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മൾ NH കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും. കാരണം നമുക്ക് ഒരേ ഗിയറിലാണ്, ടോപ്പ് ഗിയറിലാണ് നമ്മൾ പോവുക. ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതിൽ പോണ വാഹനങ്ങളൊക്കെ ഇതേമാതിരി പോകണം. എന്താ ചെയ്യല്ലേ? നമ്മളെന്തായാലും അടുത്ത് ഐഫോൺ ആപ്പുകാർ വേറെ അടുത്ത് അവിടെ ഫ്ലക്സ് വെച്ച് തുടങ്ങി. അവർക്കൊന്നും തീരത്തില്ല തോന്നുന്നത്. സെയിലിട്ടില്ല കൊണ്ട് സത്യമാണെങ്കിൽ നമ്മളൊരു കുപ്പി വെള്ളത്തെ നമ്മൾ വാങ്ങി. നമുക്കൊരു കുപ്പിയും കൂടി നമുക്ക് വാങ്ങേണ്ടി വരും. കാരണം ഇതുകൊണ്ട് കൂടി അവസാനിക്കും തോന്നില്ല. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. സംഭവം പറഞ്ഞാൽ നമ്മളെ
ഈ ഒരു പ്രകൃതിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ മലയും അതുപോലെ തന്നെ അതിനനുസരിച്ചില്ല ആകാശമൊക്കെ. പക്ഷെ റോഡ് എനിക്ക് സുഖം ഉണ്ടാവില്ല. അയ്യല്ല ഓട്ടണ് സംഭവം പറഞ്ഞാല് നല്ല രസമുണ്ട്. നമ്മള് ഈ ഒരു പ്രകൃതിയും ക്ലൈമറ്റൊക്കെ പാടാൻ അടിപൊളിയാണ്. പക്ഷെ റോഡ് ഒരു 5 പൈസക്കില്ല. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളുന്നുണ്ട്. പാവം മുത്താണ് ഡ്രൈവർ വണ്ടി ഓട്ടിയാണ്ട്. എന്താ പറയാ, ഊരണ്ട് 3 ഗവൺമെന്റ് ഒക്കെ അറിയിക്കണം. എന്താ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നല്ല റോഡ് കണ്ടാൽ മതി. അട്ടപ്പാടി പോണടത്ത് നല്ല റോഡ് ഇപ്പൊ കാണും. റോഡ് ഇനി അതുവരെ എത്തുന്നത് വരെ ഈ ഒരു റോഡിനാവും. അപ്പൊ അതൊക്കെ പോയിക്കോട്ടോ, സെക്കൻഡ് കിട്ട അങ്ങനെ പോയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ എന്താ രസം നോക്കി മക്കളെ. അപ്പൊ ആ കാണുന്ന മലയിൽ നമ്മള് കയറാനായിട്ട് പോണത്. നമ്മൾ അട്ടപ്പാടി ചുരത്തുകൊണ്ട് ഇങ്ങനെ കേറി പോയി. ഞാൻ ആദ്യമായിട്ട് അട്ടപ്പാടി പോണ അതിലല്ലേ എന്റെ വർത്താനം കേട്ടാല് എന്തേലൊക്കെ വിളിച്ച് തള്ളണ്ടേ, അതിനും വേണ്ടിയാണ്. പിന്നെ അട്ടപ്പാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ട്രൈബൽസുകൾ കൂടുതലുള്ള ഒരു ഏരിയയാണ് അട്ടപ്പാടി. സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നിലമ്പൂരുണ്ട്, പിന്നുള്ളത് അട്ടപ്പാടി ഉണ്ട്, പിന്നെ വേറെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും ട്രൈബലുകൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി. പിന്നെ അതേമാതിരി തന്നെ ഹെവി വാഹനങ്ങൾ കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി. നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ കയറുന്ന മാതിരി വലിയ ലോഡും വണ്ടികളൊന്നും കയറൂല. ഇനി പേരിന് 2-3 KSRTC ഒക്കെ വന്നു, അത്രയേ ഉള്ളൂ. അത്രത്തോളം നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ചുരം കൂടിയാണ് അട്ടപ്പാടി. പിന്നെ ബാക്കി കണ്ടറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞ രസമല്ലല്ലോ അല്ലേ, ബാക്കി കണ്ടറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രത്യേകതയാണ് നമ്മൾ അട്ടപ്പാടിക്ക് ഉള്ളത്. ഇപ്പൊ കിട്ടും ആനവണ്ടി ഈ കുത്തിക്കുലുക്ക് റോഡിൽ വിടുക. ആനവണ്ടി കടന്നു വരുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ലേറ്റ് ഇട്ടേരി. അതിന്റെ കുത്തല്ല ഇങ്ങോട്ട് ഇതിന്റെ പൈസ ലാക്കും ഇവിടെ. സത്യം പറഞ്ഞാല് തമിഴ്നാട് പോയൊക്കെ ഒരു ഫീൽ ആട്ടോ അവിടെ. ആദ്യം മുതലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണത്. നമ്മളിങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ റെഡി ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് കൂടെ ഈ ഒരു മലയും കുന്നൊക്കെ കയറി പോണ ഈ ഒരു സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തമിഴ്നാടൻ ലുക്കുകളാണ് ഇവിടെ വരിക. സംഭവം റോഡ് കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം അത്രയും നല്ല റോഡാണ്. മുന്നിൽ ഇതൊരു മല ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. നമ്മളിനി ആ മലന്റെ മേലെ തോന്നുന്നുണ്ട് നമ്മൾ പോണത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നെറൂലെത്തിയിട്ട് പറഞ്ഞുതരാം. വണ്ടി നിർത്തിയിട്ട് ഇതേ പോണ ആന വണ്ടി. സത്യം പറഞ്ഞാൽ ഈ ചുരമൊക്കെ കയറി KSRTC പോകാനാല് വേറെ ഫീൽ ആട്ടോ. പോവുകയാണെങ്കിൽ അതിൽ പോകണം. അതായത് നമ്മൾ ഗവി ഇങ്ങനത്തെ റൂട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ലിമിറ്റഡ് ഉള്ളൊരു ഏരിയയാണ് ഗവി. പക്ഷെ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ പോകണം. ആനവണ്ടി കയറി പോകുമ്പോൾ അത് വേറെ ഫീലാണ്. നമ്മളിപ്പോൾ NH44 കൂടെ അല്ല ഇപ്പോൾ പോണ്. ഇതിലൊന്നും ഇറക്കി കയറ്റിയാലോ നമുക്ക്? അയ്യോ, നമ്മൾ മലയിൽ പോയി ഇടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഫോട്ടോ എടുക്കണേ ഇവിടുന്ന് വണ്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ എടുത്തോ, സൈഡിൽ കിട്ടാൽ മതി. നിങ്ങൾ തന്നെ 2 ആൾക്കാരും കുറച്ചപ്പുറം പോയി അവിടെ ഇട്ടോ. ആ മേലെ പോയിട്ട് ആ കടന്റെ മുന്നിൽ കിട്ടാൻ ഞാൻ കാറിൻ്റെ അടുത്ത് അല്ലല്ലേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എന്നിട്ടോ. എന്നാലും നമുക്ക് മലയും കിട്ടും. ഇത് റോഡാ ഇങ്ങോട്ട് മുന്നിൽ കിട്ടുന്ന മതി. ഏതാ റോഡൊക്കെ ഇത് ഇതിലേറഞ്ഞ എന്താ വണ്ടി എനിക്ക് എന്ത് വീഡിയോ? നമ്മള് അട്ടപ്പാടി പോണ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറയാലോ, ഇവിടെ നിർത്തേണ്ട നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയാണ്ടല്ലോ, അത് പ്രത്യേക രസമാണ്. ഈ ഒരു നേരത്തെ വരണം. ഏകദേശം ഇപ്പം എത്രയായി? 12 മണിയോ 12 മണിയൊക്കെ കഴിക്കണേ. ഈ ഒരു നേരത്തെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ വരണം, എന്നാലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എടാ വീട്ടാ പോവാ.
പിന്നെ കുറച്ചുകൂടി പെട്രോൾ അടിക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് ബാത്റൂം കയറണം. എന്നിട്ടൊക്കെ പതുക്കെ പോവാം. കാരണം അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ ഏരിയ ഉള്ളത് പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പോകണം. കോയമ്പത്തൂർ ആ ഭാഗത്തോട്ട് പോകണം. ആ ഒരു വഴിക്കാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്രോളൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി ലൈറ്റ് ഉണ്ടല്ലെങ്കിൽ ഒക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ യാത്ര ഇവിടുന്ന് വീണ്ടും ആരംഭിക്കുന്നു. സത്യം പറഞ്ഞാൽ മൊത്തമാണ് ഈ ഒരു യാത്രൻ്റെ ക്രെഡിറ്റ് മൊത്തം നൽകുന്നത് നമ്മൾ മുത്താണ്. ഇവിടെ പോണ് ക്രെഡിറ്റ് നൽകുന്നത് മൊത്തം മുത്താണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന മലേനെ, ആ മലയും ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു കടകളും ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. റോഡിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. പിന്നെ അപ്പം ഇനി നേരെ നമ്മളിനി ചുരം കയറാൻ പോവാണ്. ആ സൈഡ് എടുത്താൽ പോയിക്കോട്ടെ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട റോഡ്. തിരക്കൊന്നുമില്ലാതെ പതുക്കെ. ഈ ഒരു കുണ്ടും കുഴിമ്പാടില്ലെങ്കിൽ റോഡെന്തായി ഉഷാറായി പോയിനും. പിന്നെ നമ്മള് അട്ടപ്പാടിക്കിലെ ചുരങ്ങൾ ഇങ്ങനെ കയറി പോവാണ്. സത്യം പറഞ്ഞതൊക്കെ ഒരു ട്രൈബൽ ഏരിയ ഉണ്ട്. സംഭവം പറഞ്ഞൊരു ട്രൈബലുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് അട്ടപ്പാടി ഏരിയ. നമ്മളിനി കയറി തുടങ്ങണുള്ളൂ കേട്ടോ. ചണ്ട പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി തുടക്കം ഗാംഭീര്യമാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് അടിക്കണ്ടേ? കാരണം അത് കയറി കഴിഞ്ഞാൽ ഇനി ഫുഡും കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഒരു അറ്റമില്ലാത്ത യാത്രയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോവേക്കാരം. അപ്പോൾ പറ്റൂല. സത്യം പറഞ്ഞാൽ ഇവിടുന്നാണ് കേട്ടോ അട്ടപ്പാടി ചുരം ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവലുണ്ട്. സംഭവം പറഞ്ഞാല് ആദ്യമായിട്ടല്ലേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുകൊണ്ട് രാത്രി നിന്നിട്ട് എന്ത് കാണാനാണ്? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റോഡ്. റോഡിലെ മഴക്കാലത്ത് വന്നതാണ്. പിന്നെ നമ്മൾ വന്നിട്ടില്ല ഇപ്പുറത്തൊന്നും. ഇതാണ് അട്ടപ്പാടി ചുരം കേട്ടോ. നമ്മള് ചുരത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അവിടുന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല വ്യൂ പോയിന്റാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇനി മുത്തുവിൻ്റെ കുറച്ച് കലാപരിപാടികളുണ്ട്. എന്ത് പറയണു? ഫോട്ടോ എടുക്കണം ആദ്യം വണ്ടിൻ്റെ. ഇതാണ് നമ്മളെ റോഡ്. ഇത് നമ്മളെ സെറ്റപ്പ് റോഡാണ്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്തൊക്കെ വന്ന് നമ്മൾ തോട്ടുകൂടൊക്കെ പോയ ഓർമ്മ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്തേക്ക് ഇടാം. നിങ്ങൾ കണ്ടോക്കി അത് കാണാം. അത് വേറെ ഫീൽ കേട്ടോ. മഴക്കാലത്താകുമ്പോൾ പ്രത്യേകിച്ചും നമുക്കൊന്നും പറയാനില്ല. നമ്മളെ വണ്ടി ഇതവിടെ നിർത്തി വെച്ചിക്കണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി എപ്പോഴാണ് കാണുക വെച്ചാൽ ഇതിൻ്റെ നെറുവിലെത്തണം. ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഇനി ബാക്കി കാണാൻ പറ്റുള്ളൂ. കാണിച്ചാൽ എങ്ങനെയെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ റോഡിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് നമുക്ക് ടയറൊക്കെ ഒന്ന് തണുപ്പിച്ച് പോവാം. ഇതൊക്കെ നമ്മളെ റോഡിലെത്തുക. നമ്മൾ ഇത്രയൊക്കെ വിചാരിച്ചോളൂ. ഇത് മതി. മറ്റേ വലിയ ഓവറും അങ്ങനൊന്നും വേണ്ട. നമുക്ക് അപാരമായിട്ടുള്ള വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹമുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഓവർ ഇതാക്കല്ലേ. ഈ ഒരു ചുരത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഹെവി വാഹനങ്ങൾ ഇവിടെ കുറവേക്കാരം. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഇവിടെ തീരെ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു KSRTC പോയാലായി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ നമ്മൾ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ നാടാണി ചുരത്തിലൊക്കെ പോണ മാതിരി വലിയ ഹെവി വാഹനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ബ്ലോക്ക് പൊതുവെ കുറവായിരിക്കും. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇവിടെ മഴക്കാലത്ത് വരികയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളച്ചാട്ടങ്ങളും അതേമാതിരി കുറേ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നിർത്തിയും കണ്ടും ആസ്വദിച്ചും വിശ്രമിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പം അങ്ങനെയൊക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി ചുരമാണ് ഈ ഒരു അട്ടപ്പാടി ചുരം. സത്യം പറഞ്ഞാൽ മറ്റുള്ള ചുരത്തിങ്ങളെ കുറിച്ച് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിഫറൻറ്റും കൂടിയാണ് ഈ ഒരു ചുരം. ഓക്കെ. പിന്നെ
സൈലന്റ് വാലിന്റെ പ്രൊമോഷൻ വർക്ക് തോന്നുന്നുണ്ട്. ഇവിടെ തിരിനോർത്ത് മൊത്തം നമ്മള് സൈലന്റ് വാലിയാണ്. സംഭവം അങ്ങോട്ട് പോവാം. എവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യണം. കുറച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരു ദിവസം ഇൻഷാല്ലാ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകണം. ഇതുണ്ടാവില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ പോകണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ വളരെ ശാന്തതയോട് കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാടിൻ്റെ ഒച്ചകളും ഒക്കെ നമുക്ക് ശരിക്കും കേൾക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളെ വണ്ടിൻ്റെ കുറച്ച് ഹോണം. ഓക്കെ, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയൊരു പാലം കൂടി നമുക്ക് കയറി ഇറങ്ങാണ്ട് കേട്ടോ. ഇങ്ങനെ പോകേണ്ട രസമൊന്നും നമ്മൾ വേറെ ഫാമിലി ആയിട്ട് പോയാൽ കിട്ടൂല. അല്ല, എന്താ എൻ്റെ അഭിപ്രായം? നല്ല ക്ലൈമറ്റ് ആട്ടോ, ഒന്നും പറയാനില്ല. വെയിലും കാടിൻ്റെ ഒച്ചയൊക്കെ കേട്ട് ഇങ്ങനെ പോവാ. സത്യം പറഞ്ഞപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, ബാക്കിലൊരു വണ്ടിയും കൂടി ഉണ്ട്. കടത്തി വിടും, ഓരൊക്കെ കടത്തി വിടും. ഇവിടെ നെറൂലേ ഒരു കട ഉണ്ടാവും, അവിടെ നിർത്തി കൊണ്ടിട്ടോ. നമ്മളെ ഫുഡ് കഴിക്കട്ടെ. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഒന്നും കൂടി നമുക്ക് അപ്പുറം പോയി നോക്കട്ടോ. എവിടെയല്ലേ നമുക്ക് വേണ്ടി മാത്രം ഓപ്പൺ ആക്കിയൊരു ഹോട്ടല്. എന്താല്ലേ, വേറെ ആരുമില്ല, മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു. ഓവറായിട്ട് അടിച്ചില്ല കേട്ടോ. നമ്മളവിടെ കയറിയപ്പോൾ ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് അടിച്ചു. ഏകദേശം നമ്മൾ വിശപ്പ് മാറിയെന്നുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ള യാത്രയിലേക്ക് നമ്മൾ പോവാണ്. ഞാൻ ഇപ്പോൾ ആകെ കരുതുന്നത് മറ്റേ വിൻഡ് മില്ല് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ എടുത്ത് പോകാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണം. അങ്ങനെ ആ ഒരു ചെറിയൊരു ഇതുമാടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ തിരിച്ചു വിടും, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയൊക്കെ പോകും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കണത്. ആ സൈഡ് പോയിക്കോ. ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം? അപ്പോൾ നമ്മളെന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചിങ്ങനെ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുക നമ്മൾ. ഇനി മുത്തുൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരട്ടെ. ഇനി നമ്മളെ കാറൊക്കെ നോക്കിയോടെ നമ്മളെ ഇനി എന്തായാലും ഇവിടെ പോകണം. എന്താ പറയുക, വിൻഡ് മില്ല് കാണാൻ പറ്റുമോ നോക്കണം. ഇനി ആദ്യം നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നേരെ പോവാം. ഇവിടെ ഇപ്പം എന്തോന്ന് കോൺക്രീറ്റ് ഇട്ടല്ലേ, എന്താ എല്ലാവർക്കും നിർത്തി കൊടുക്കണം. എന്താ മോനെ, എന്താ രസമാണ്. നല്ല അടിപൊളി റോഡ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുടുങ്ങിയപ്പോൾ ഇതിലുണ്ട് എടുത്ത് പാഞ്ഞതേനി. അന്ന് പിന്നെ വൈബും കാര്യം നോക്കില്ല, എങ്ങനെയാലും പരിക്കെത്തണം എന്നുള്ള നിലയിൽ. ഇന്ന് നമ്മൾ ഈ റോഡിലൂടെ അത് ആസ്വദിച്ച് വന്നതാണ് സത്യം പറയണമെങ്കിൽ. ഞാൻ അതിലെ കറക്റ്റായിട്ട് നമ്മൾ വിൻഡ് മില്ലിൻ്റെ അടുത്ത് എത്തണം എന്നുള്ള നിലയിൽ അങ്ങനെ വണ്ടി എടുത്ത് പോകുന്നതാണ്. വിൻഡ് നമ്മൾ കണ്ടു കേട്ടോ. മിക്കവാറും ഞാൻ അതിൻ്റെ താഴേക്കാരം നമ്മൾ പോണത്. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സെറ്റപ്പ് ആക്കും. ഈ ഒരു യാത്ര അതായത് അടിപൊളിയാണ്. മുന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ആദ്യം പോയത് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നത്തെ വീഡിയോ പറയണ്ടല്ലോ, അത് കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആകെ തെറ്റാണ്. പിന്നെ നമ്മൾ വിൻഡ് മില്ല് തവിടെ കടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മൾ ഞാൻ അതിൻ്റെ താഴേക്ക് ഉണ്ട് പോണത്. നമ്മൾ അവിടെ എവിടെയെങ്കിലും നിർത്താൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും. സാധനങ്ങളുണ്ട്. നല്ല മഴയുള്ള സമയത്ത് നമ്മളിതിൽ പോകുന്നത്. അപ്പോൾ വിൻഡ് മില്ല് നമ്മൾ കണ്ടു, കറങ്ങണത് നമ്മൾ കണ്ടില്ല. ഇപ്രാവശ്യം നമ്മൾ കറങ്ങുന്നത് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കറങ്ങി അത് സെറ്റപ്പായി. അതിന് മൂന്നാറും ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയാൽ അറിയാക്ക് ചുറ്റുപാത്ര വിൻഡ് മില്ലാണ്. ഇത് അവിടെ ഉണ്ട് കുറേ കറങ്ങിക്കണം. അതേമാതിരി ഇവിടെ തരണ്ടെണ്ണം
അടിപൊളി. നമ്മളെ വിൻഡ് മില്ല് കാണാൻ പോവാ കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്ത് വരെ എത്തണം എന്നാണ് നമ്മൾ ആഗ്രഹം. നമുക്ക് അതേമാതിരി ഇൻഷാ അല്ലാഹ് നമുക്ക് കയറി വെക്കാം കേട്ടോ. ഇത് തന്നെ പിടിക്കാം. സംഭവം ചെറിയൊരു റോഡാണ്, പക്ഷെ നമ്മള് പതുക്കെ പോകേണ്ടതുള്ളൂ. Take the next left. ഇവിടെത്തി. റോക്ക് കയറലുണ്ടാവില്ല, കയറ്റണോ ടാസ്ക് ആവും. In 100 meters, continue straight. Continue straight. വണ്ടി നിർത്തിയിട്ടാണ് നടന്നത്. സംഭവം പറഞ്ഞാല് ഒരു അടിപൊളി യാത്ര കഴിഞ്ഞ് നമ്മള് അവസാനം നമ്മൾ വിൻഡ് മില്ലിൻ്റെ അടുത്തെത്തി. വണ്ടി ഇതിൽ പോകും, പക്ഷെ നമ്മളെ വണ്ടി എന്താ പറയുക, ഇതിൽ പോയി കഴിഞ്ഞാൽ റെഡി ആവില്ല, ആകെ നേരത്തും. അപ്പോൾ വണ്ടി നമ്മൾ താഴത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഇങ്ങോട്ട് നടന്ന് കയറുകയാണ്. ഞാനും മൊത്തമുണ്ട്. അതായത് നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. കനത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇനി നേരെ ഇങ്ങനെ മുകളിലേക്ക് ഇനി കയറി പോകണം. നമ്മളതിൻ്റെ അടുത്ത് എത്തണം, അതാണ് എൻ്റെ രസം അല്ലേ, നമ്മളെ ടാർജറ്റ്. സത്യം പറയുകയാണെങ്കിൽ ചുറ്റുഭാഗത്തും വിൻഡ് മില്ലുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തോ രസത്തിൽ ഇങ്ങനെ പോരുകയാണ്. പോരുന്ന റോഡൊക്കെ പറയുകയാണെങ്കിൽ പക്കാ ഓഫ് റോഡാണ് അല്ലേ ഇപ്പോൾ. ഇതിൻ്റെ അടുത്തൊക്കെ അവിടെ അങ്ങനെ നമ്മൾ അവസാനം തൊട്ടടുത്ത് എത്തി. നമ്മളെ ഇനി വിൻഡ് മില്ല് നമ്മൾ കണ്ട് ഇനി നേരെ പോവാം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, കാരണം ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പം ഇനി നേരെ തിരിച്ചാണ്ട് നമുക്ക് പോവാം. കുറേ സമയം നമ്മൾ ഇതിലിങ്ങനെ ചുറ്റിക്കിറങ്ങിട്ട് നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. വിൻഡ് മില്ല് ഇനി ഒരട്ടം കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ നോക്കണ്ട. ഓക്കെ, എന്നാൽ ഇനി എന്ത് ചെയ്യാം, നേരെ തിരിച്ച് പോവാം. നമ്മളെ ഇനി നേരെ തിരിച്ചു പോവാണ് ഇനി. കാരണം ഇനി ചുരത്തിൽ നമ്മൾ കുറച്ച് സമയം ഇവിടെ നിന്ന് നിർത്തിയൊക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ കണ്ടു. നമ്മൾ ഇന്നത്തെ യാത്ര ഇങ്ങനെ കഴിഞ്ഞു അല്ലേ. നമ്മൾ അട്ടപ്പാടി യാത്രകളും അവിടെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് വമ്പൻ സെറ്റപ്പ് ആക്കി എടുത്തു. ഓക്കെ, അപ്പം ഇനി എന്താന്നാൽ ഇനി ഞാനിപ്പോൾ പെരയിൽ പോവാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാല്ല, സെറ്റാണ് യാത്ര, അടിപൊളിയല്ലേ. അപ്പം എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ വീട്ടിൽ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.